साथियों, केंद्र सरकार देश के युवाओं की हर जरूरत का ध्यान रखते हुए काम कर रही है। कुछ दिन पहले ही हमारी सरकार ने एक और बड़ा फैसला लिया है, जिसका लाभ केरला के युवाओं को भी मिलेगा। केंद्र सरकार ने तय किया है कि सेंट्रल आर्म पुलिस फोर्सेज में कांस्टेबल पद के लिए होने वाली परीक्षाएं अब इंग्लिश और हिंदी के साथ भारत की 13 और भाषाओं में भी होगी। यानी अब मलयालम में भी ये परीक्षा होगी। इसके लिए मैं केरल के युवाओं को भी बहुत बहुत बधाई देता हूं। കേന്ദ്ര സർക്കാർ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സർക്കാരാണ്. അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് അത്തരത്തിലുള്ള ഒരു വലിയൊരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തത്. അതിന്റെ പ്രയോജനവും കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ലഭിക്കും. കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്, ഇനി മുതൽ സെൻട്രൽ കേന്ദ്ര സേനകളിലെ കോൺസ്റ്റബിൾ പദവിയിലേക്കുള്ള പരീക്ഷകൾ അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമല്ല, ഈ രാജ്യത്തെ 13 ഭാഷകളിൽ, ആ 13 ഭാഷകളിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് എഴുതാം. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ട് കേരളത്തിലെ ചെറുപ്പക്കാർക്കും ഇനി മുതൽ കേന്ദ്ര സേനകളിൽ തൊഴിലവസരങ്ങൾ ലഭിക്കാനുള്ള വലിയൊരു സാഹചര്യം, ആ സാഹചര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. साथियों, केंद्र सरकार की योजनाओं से देश में रोजगार और स्वरोजगार के मौके लगातार बढ़ रहे हैं। इसके अलावा हमारी सरकार युवाओं को परमानेंट सरकारी नौकरी देने के लिए रोजगार मेले का आयोजन भी कर रही है। जहां जहां भाजपा की राज्य सरकारें हैं, वहां भी नौजवानों को सरकारी नौकरी देने का अभियान तेज गति से चल रहा है। लेकिन केरला में जो सरकार है, उसका फोकस युवाओं को रोजगार और स्वरोजगार पर नहीं है। मुझे बताया गया है केरला में न रोजगार मेलों का आयोजन होता है और न ही सरकारी भर्तियों पर उतना ध्यान दिया जा रहा है। केरला के युवा राज्य सरकार के इस रवैये को कभी भूल नहीं सकते। സുഹൃത്തുക്കളെ, കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ, ആ പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ, അതോടൊപ്പം സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു പുറമെയാണ് നമ്മുടെ സർക്കാർ ചെറുപ്പക്കാർക്ക് സർക്കാർ സർവീസിൽ സ്ഥിരം ജോലി ലഭിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നത്. എവിടെയൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരുകളുണ്ടോ അവിടെയൊക്കെ ചെറുപ്പക്കാർക്ക് അവർക്ക് സർക്കാർ ജോലി ലഭിക്കാവുന്ന തരത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ സർക്കാർ അവരുടെ കേന്ദ്രം, അവരുടെ ശ്രദ്ധ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിലോ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലോ അല്ല. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇത്തരത്തിൽ തൊഴിൽ മേളകൾ നടത്താൻ അങ്ങനെയുള്ള ഒരു ശ്രമവും, അഥവാ സർക്കാർ ജോലികളിൽ അവിടെ ചെറുപ്പക്കാരെ നിയോഗിക്കാൻ, ആ ഒഴിവുകൾ നികത്താൻ വേണ്ടിയിട്ടുള്ള താല്പര്യവും ശ്രദ്ധയും കേരളത്തിലെ സർക്കാർ ആ കാര്യത്തിൽ വേണ്ടത്ര നടത്തുന്നില്ല. അത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. साथियों, भारत के ट्रू पोटेंशियल को अनलॉक करने के लिए ये जरूरी है कि हम हर नए क्षेत्र में लीड लें। ईश्वर ने केरला को अद्भुत प्राकृतिक सौंदर्य दिया है, अद्भुत विरासत दी है, अद्भुत कला और संस्कृति दी है। केरला वैश्विक स्तर पर भारत के आकर्षण का, पर्यटन की अपार संभावनाओं का सबसे प्रमुख चेहरा बन सकता है। मैं चाहूंगा कि युवम पूरी दुनिया के युवाओं को केरला की इस तस्वीर से परिचित कराने का एक मंच बने, इस संभावनाओं को साकार करने का मंच बने। നമ്മുടെ നാട്ടിലെ
യഥാർത്ഥമായിട്ടുള്ള ശക്തി, യഥാർത്ഥ കഴിവുകൾ, ആ കഴിവുകൾ മുഴുവൻ തുറക്കാൻ, ആ കഴിവുകൾ അനാവരണം ചെയ്യാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും അതിന് നേതൃത്വം വഹിക്കേണ്ടതുണ്ട്. ഈശ്വരൻ കേരളത്തിന് അത്ഭുതകരമായിട്ടുള്ള പ്രകൃതി സൗന്ദര്യം നൽകിയിരിക്കുന്നു, അത്ഭുതകരമായിട്ടുള്ള പൈതൃക സമ്പത്ത് നൽകിയിരിക്കുന്നു, അത്ഭുതകരമായിട്ടുള്ള കലാ സാംസ്കാരിക പൈതൃകം നൽകിയിരിക്കുന്നു. കേരളം ലോകത്തിൻ്റെ ആകർഷണ കേന്ദ്രമായിട്ട് മാറും. കേരളം വിനോദസഞ്ചാര മേഖലയിൽ അപാരമായിട്ടുള്ള സംഭാവനകൾ, ആ സംഭാവനകളുടെ മുഖമായിട്ട് കേരളം മാറാനുള്ള കഴിവുകളുള്ള ഒരു പ്രദേശമാണ്. ഞാൻ ആഗ്രഹിക്കുന്നു ഈ യുവം അങ്ങനെ ലോകം മുഴുവനുള്ള, ലോകത്തെ മുഴുവൻ കേരളത്തിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്ന, കേരളത്തെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിയുന്ന, അതിനുള്ള വേദി സൃഷ്ടിക്കാൻ അതിനുള്ള അവസരമായിട്ട് മാറട്ടെ. അത്തരത്തിലുള്ള സംഭാവനകൾ, ആ സംഭാവനകൾ സൃഷ്ടിക്കുന്ന അവസരമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. साथियों, ट्रेडिशनल मेडिसिन केरला की बहुत बड़ी ताकत है, बहुत बड़ी विरासत है. इस क्षेत्र में केरला के लोगों का हजारों वर्ष पुराना ज्ञान और पूरे विश्व की मदद कर सकता है. मुझे याद है अपने मन की बात कार्यक्रम में मैंने केनिया के पूर्व पीएम का जिक्र किया था. उनकी बेटी की आंख केरला में हुए उपचार से ही ठीक हुई थी. पारंपरिक और प्राकृतिक चिकित्सा में केरल के सामर्थ्य को हमें लगातार बढ़ाना है. സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ പരമ്പരാഗത വൈദ്യശാസ്ത്രം അത് കേരളത്തിൻ്റെ വലിയ ശക്തിയാണ്, വലിയ പാരമ്പര്യമാണ്. ഈ മേഖലയിൽ കേരളത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ അറിവിൻ്റെ ആ അറിവ് ലോകത്തിന് മുഴുവൻ പകർന്നു നൽകാനുള്ള കഴിവുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, മൻ കി ബാത്തിൽ കെനിയയുടെ മുൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ കണ്ണ് കേരളത്തിലെ ഈ ആയുർവേദ ചികിത്സയിലൂടെ എങ്ങനെ അവരുടെ കണ്ണ്, ആ ചികിത്സയിലൂടെ അവരുടെ കണ്ണിൻ്റെ കുഴപ്പങ്ങൾ, അസുഖങ്ങൾ മാറി എന്നുള്ളത്. ഈ തരത്തിലുള്ള പരമ്പരാഗത ചികിത്സാ രീതി, ആ ചികിത്സാ രീതിയിലൂടെ കേരളത്തിൻ്റെ കഴിവ്, ആ കഴിവുകൾ നിരന്തരമായിട്ട് വികസിപ്പിക്കേണ്ടതുണ്ട്.